നമുക്കിന്ന് കോട്ടയം ജില്ല നോക്കാമേ. എന്നാണ് കോട്ടയം ജില്ല നിലവിൽ വന്നത്? കോട്ടയം ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? കോട്ടയം ജില്ല നിലവിൽ വന്ന വർഷമാണ് 1949 ജൂലൈ 1. 1949 ജൂലൈ 1 നമ്മുടെ കോട്ടയം ജില്ല രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് നമ്മുടെ കോട്ടയം ജില്ലയാണ്. കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയാണ്. അതുപോലെ തന്നെ ചുമർ ചിത്ര നഗരം, മലയാള പത്രപ്രവർത്തനത്തിന്റെ ജന്മഗ്രഹം, മീനച്ചിലാറിന്റെ പട്ടണം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിശേഷണങ്ങളിലെല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ കോട്ടയം ജില്ലയാണ്. അപ്പൊ അക്ഷര നഗരം, ചുവർ ചിത്ര നഗരം, അതുപോലെ തന്നെ മലയാളം പത്രപ്രവർത്തനത്തിന്റെ ജന്മഗ്രഹം, മീനച്ചിലാറിന്റെ പട്ടണം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കോട്ടയം ജില്ലയാണ്. അപ്പൊ 3 എല്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? അപ്പൊ 3 എല്ലുകളുടെ നാടാണ് നമ്മുടെ കോട്ടയം. 3 എല്ലുകളുടെ നാടാണ് നമ്മുടെ കോട്ടയം. അപ്പൊ 3 എല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലേക്ക്, ലാറ്റക്സ്, ലെറ്റർ എന്നിവയാണ്. ലേക്ക്, ലാറ്റക്സ്, ലെറ്റേഴ്സ് എന്നിവയാണ് 3 എല്ലുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. അപ്പം അക്ഷര നഗരം, ചുവർ ചിത്ര നഗരം, അതുപോലെ തന്നെ മലയാളം പത്രപ്രവർത്തനത്തിന്റെ ജന്മഗ്രഹം, അതുപോലെ തന്നെ നമ്മുടെ മീനച്ചിലാറിന്റെ പട്ടണം, 3 എല്ലുകളുടെ നാട് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കോട്ടയം ജില്ലയാണ്. അതുപോലെ തന്നെ സമുദ്ര തീരമില്ലാത്തതും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ജില്ലകളായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയാണ് കോട്ടയം ജില്ല. അപ്പൊ സമുദ്ര തീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏതാന്ന് ചോദിച്ചാലും അതും നമ്മുടെ കോട്ടയം ജില്ലയാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് ഏത്? നമ്മുടെ കോട്ടയം ജില്ല. സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പരിചരണ ജില്ല എന്ന നേട്ടം കൈവരിച്ച ജില്ലയും നമ്മുടെ കോട്ടയം ജില്ലയാണ്. സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പരിചരണ ജില്ല എന്ന നേട്ടം കൈവരിച്ച ജില്ലയും നമ്മുടെ കോട്ടയം ജില്ലയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ മലയാള മനോരമയാണ്. കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ. ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് മലയാള മനോരമ രജിസ്റ്റർ ചെയ്ത വർഷം ഏതാണ്? നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് നമ്മുടെ മലയാള മനോരമ രജിസ്റ്റർ ചെയ്ത വർഷമാണ് 1888. 1888. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ. 1888 ഈ നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട് മലയാള മനോരമ രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ മലയാള മനോരമ എന്ന പത്രം ആരംഭിച്ചത് 1890. അപ്പൊ മലയാള മനോരമ എന്ന പത്രം ആരംഭിച്ചത് 1890. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? അത് 1924. അപ്പൊ നമ്മുടെ അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. അതുപോലെ തന്നെ ജനകീയ സമരവുമാണ് കേട്ടോ. 1924 നമ്മുടെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഇനി കേരളത്തിൽ മലയാളം അച്ചടിക്കുന്ന ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിൽ മലയാളം അച്ചടിക്കുന്ന ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് എവിടെയാണ്? അത് നമ്മുടെ കോട്ടയത്താണ്. 1821. ഈ പ്രസിന്റെ പേരാണ് CMS പ്രസ് എന്നത്. അപ്പൊ ബെഞ്ചമിൻ ബെയ്ലിയാണ് നമ്മുടെ കേരളത്തിൽ മലയാളം അച്ചടിക്കുന്ന ആദ്യത്തെ പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചത്. ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഏത് വർഷമാണ്? 1821. 1821. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം എന്നറിയപ്പെടുന്ന ഏതാണ്? സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഏതാണ്? അത് നമ്മുടെ കോട്ടയമാണ്. ഏത് വർഷമാണടാ നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരത നേടിയത് കോട്ടയം ജില്ല? ഏത് വർഷമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയത്? 1989 ജൂൺ 25 നമ്മുടെ കോട്ടയം ജില്ല സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? അത് വർത്തമാന പുസ്തകമാണ്. വർത്തമാന പുസ്തകം രചിച്ച വ്യക്തി ആരാണ്? അത് പാറേമാക്കൽ തോമക്കത്തനാരാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് ബൈബിൾ പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയത്ത് നിന്നാണ്. അപ്പൊ നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് ബൈബിൾ പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? അത് കോട്ടയത്ത് നിന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം എന്നറിയപ്പെടുന്നത്
നാട്ടകമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം എന്നറിയപ്പെടുന്നത് നാട്ടകമാണ്. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? തിരുവിതാംകൂറിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ പത്രം എന്നറിയപ്പെടുന്നത് ജ്ഞാനനിക്ഷേപമാണ്. അപ്പൊ നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ പത്രമായിട്ട് അറിയപ്പെടുന്നത് ജ്ഞാനനിക്ഷേപമാണ്. അത് 1848 പ്രസിദ്ധീകരിക്കുന്നത്. ഇതിന്റെ സ്ഥാപകരാണ് ആർച്ച് ഡീക്കൻ കോശിയും അതുപോലെ തന്നെ റെവറൻ ജോർജ് മാത്തനും. അപ്പൊ ആരൊക്കെയാണ്? നമ്മുടെ ആർച്ച് ഡീക്കൻ കോശിയും അതുപോലെ തന്നെ റെവറൻ ജോർജ് മാത്തനും ചേർന്നിട്ടാണ് നമ്മുടെ ജ്ഞാനനിക്ഷേപം എന്ന പത്രം ആരംഭിക്കുന്നത്. അപ്പൊ തിരുവിതാംകൂറിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ മലയാള പത്രമാണ് ഏത്? നമ്മുടെ ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്നത്. ഇത് പ്രസിദ്ധീകരിക്കുന്ന വർഷമാണ് 1848. അതുപോലെ തന്നെ ഇതിന്റെ സ്ഥാപകർ ആരൊക്കെയാണ്? അത് ആർച്ച് ഡീക്കൻ കോശിയും അതുപോലെ തന്നെ റെവറൻ ജോർജ് മാത്തനും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ജ്ഞാനനിക്ഷേപം എന്ന പത്രം ആരംഭിക്കുന്നത്. ലോഹങ്ങൾ ഉപയോഗിച്ച് അച്ചടിച്ച ആദ്യത്തെ മലയാള പത്രവും വിഷയവിവരങ്ങൾ നൽകിയ ആദ്യത്തെ മലയാള പത്രവും നമ്മുടെ ജ്ഞാനനിക്ഷേപമാണ്. അപ്പൊ എന്താണ്? ലോഹങ്ങൾ ഉപയോഗിച്ച്, അതായത് അച്ചുകൂടത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പത്രവും വിഷയവിവരങ്ങൾ നൽകിയ ആദ്യത്തെ മലയാള പത്രവും നമ്മുടെ ജ്ഞാനനിക്ഷേപമാണ്. ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? അതേതാണ്? ഏത് സർവകലാശാലയാണ്? അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. ഇതിന്റെ ആദ്യകാല പേരെന്തായിരുന്നു? ഗാന്ധി യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ ആദ്യകാല പേര് ഗാന്ധി യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടതും നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. അതുപോലെ തന്നെ കോട്ടയം CMS കോളേജ് ഹൈസ്കൂളിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ച സ്കൂളാണ് CMS ഹൈസ്കൂൾ കോട്ടയം. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? അത് നമ്മുടെ കോട്ടയത്താണ്. കോട്ടയത്തെ CMS ഹൈസ്കൂളിലാണ്. അപ്പൊ വൈസ് ചാൻസലർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? നമ്മുടെ വൈസ് ചാൻസലർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് ഡോക്ടർ ജാൻസി ജെയിംസ്. ഇവര് ഏത് യൂണിവേഴ്സിറ്റിയുടെ ആണെന്ന് ചോദിച്ചാൽ അത് MG യൂണിവേഴ്സിറ്റിയുടെയാണ്. അപ്പം വൈസ് ചാൻസലർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് ഡോക്ടർ ജാൻസി ജെയിംസ്. ഇവര് MG യൂണിവേഴ്സിറ്റിയുടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യ വിദ്യാലയ പ്രസിദ്ധീകരണം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാലയ പ്രസിദ്ധീകരണമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? അത് വിദ്യാസംഗ്രഹമാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാലയ പ്രസിദ്ധീകരണമായിട്ട് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാലയ പ്രസിദ്ധീകരണമാണ് നമ്മുടെ വിദ്യാസംഗ്രഹം. ഇത് അച്ചടിച്ച വർഷമാണ് 1864. പിന്നെ ഇത് എവിടെ നിന്നാണ് പുറത്തിറക്കിയെന്ന് ചോദിച്ചാല് നമ്മുടെ CMS കോളേജിൽ നിന്നാണ് പുറത്തിറക്കിയത്. മിസ് ഇന്ത്യ പട്ടം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ആദ്യത്തെ മലയാളിയാണ് പാർവതി ഓമനക്കുട്ടനാണ് മിസ് ഇന്ത്യ പട്ടം നേടിയ ആദ്യത്തെ മലയാളി. മലയാളിയാണ് പാർവതി ഓമനക്കുട്ടൻ. ഏത് വർഷമാണെന്ന് അറിയാമോടാ? അത് 2008ലാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? അത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെലോഷിപ്പ് നേടിയ മലയാളിയാണ്. ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അതുപോലെ തന്നെ ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാര ജേതാവ് ആരാണ്? അത് പാലാ നാരായണൻ നായരാണ്. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? കേരളം വളരുന്നു എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ പാലാ നാരായണൻ നായർക്കാണ്
ഇന്ത്യയിൽ ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് കേരളം വളരുന്നു എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അൽഫോൻസാമ. കേരള പോലീസിന്റെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് ലോക്കപ്പ് സ്ഥാപിച്ചത് എവിടെയാണ്? കേരള പോലീസിന്റെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് ലോക്കപ്പ് സ്ഥാപിച്ചത് കോട്ടയത്താണ്. അപ്പൊ കേരള പോലീസിന്റെ ആദ്യത്തെ സെൻട്രലൈസ്ഡ് ലോക്കപ്പ് സ്ഥാപിച്ചത് കോട്ടയത്താണ്. അപ്പൊ മാന്നാനം സെന്റ് ജോസഫ് പ്രസിൽ നിന്ന് അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? നമ്മുടെ ജ്ഞാനപീയൂഷം എന്നത്. അപ്പൊ മാന്നാനം സെന്റ് ജോസഫ് പ്രസിൽ നിന്ന് അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാന്ന് ചോദിച്ചാൽ അത് ജ്ഞാനപീയൂഷമാണ്. മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രമായ ഏതാണടാ മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം? മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? അത് നമ്മുടെ ദീപികയാണ്. ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഈ മലയാളത്തിലെ ഏറ്റവും പഴയ പത്രമാണ് ദീപിക. അപ്പൊ ദീപിക നമ്മുടെ അച്ചടിച്ചത് നമ്മുടെ മാന്നാനം സെന്റ് ജോസഫ് പ്രസിൽ നിന്നാണ്. അപ്പൊ എവിടെ നിന്നാണടാ നമ്മുടെ ദീപിക അച്ചടിക്കുന്നത്? അത് മാന്നാനം സെന്റ് ജോസഫ് പ്രസിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ പ്രഥമ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ മലയാറ്റൂര്. എറണാകുളം ജില്ലയിലെ മലയാറ്റൂരാണ് നമ്മുടെ ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ പ്രഥമ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രം. അതുപോലെ തന്നെ നമ്മുടെ കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? അതാരാണ്? അത് നമ്മുടെ അൽഫോൺസ് കണ്ണന്താനമാണ്. അപ്പൊ കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ IAS ഉദ്യോഗസ്ഥനാണ് അൽഫോൺസ് കണ്ണന്താനം. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഏത് മെഡിക്കൽ കോളേജിലാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഏത് ആശുപത്രിയിലാണ്? അത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണ്? അത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2015ലാണ്. ഇനി ഇതിന് നേതൃത്വം നൽകിയ ഡോക്ടറാണ് ഡോക്ടർ ടി കെ ജയകുമാർ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. 2015ലാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിന് നേതൃത്വം നൽകിയ ഡോക്ടറാണ് ഡോക്ടർ ടി കെ ജയകുമാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം ഏതാണടാ? കേരള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിരോധിക്കപ്പെട്ട പത്രമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? അത് സന്ദിഷ്ടവാദിയാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സ്പോർട്സ് പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നായ സ്പോർട്സ് ഹൊറാൾഡ് പുറത്തിറക്കിയത് കോട്ടയത്ത് നിന്നാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സ്പോർട്സ് പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നായ സ്പോർട്സ് ഹൊറാൾഡ് പുറത്തിറക്കിയത് എവിടെ നിന്നാണ്? അത് കോട്ടയത്ത് നിന്നാണ്. അപ്പൊ കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം എന്നറിയപ്പെടുന്നത് സന്ദിഷ്ടവാദിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സ്പോർട്സ് പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നായ സ്പോർട്സ് ഹൊറാൾഡ് പുറത്തിറക്കിയത് കോട്ടയത്ത് നിന്നാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമസാക്ഷരതാ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമസാക്ഷരതാ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ ചങ്ങനാശ്ശേരിയാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമസാക്ഷരതാ നഗരമാണ് ചങ്ങനാശ്ശേരി. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് അംഗൻവാടി സ്ഥാപിച്ചത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് അങ്കണവാടി സ്ഥാപിച്ചത് എവിടെയാണ്? അത് നമ്മുടെ ഏറ്റുമാനൂരിലാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് അങ്കണവാടി സ്ഥാപിച്ചത്. അത് ഏറ്റുമാനൂരിലാണ്. ഇനി ഏത് വർഷമാണെന്ന് ചോദിച്ചാല് അത് 2015ലാണ്. അപ്പൊ STD സംവിധാനത്തിലൂടെ സംസ്ഥാന തലസ്ഥാനവുമായി ബന്ധിക്കപ്പെട്ട ആദ്യത്തെ ജില്ലാ ആസ്ഥാനമാണ് കോട്ടയം. അപ്പം STD സംവിധാനത്തിലൂടെ സംസ്ഥാന തലസ്ഥാനവുമായി ബന്ധിപ്പിക്കപ്പെട്ട ആദ്യത്തെ ജില്ലാ ആസ്ഥാനമാണ് നമ്മുടെ കോട്ടയം. STD സംവിധാനത്തിലൂടെ സംസ്ഥാന തലസ്ഥാനവുമായി ബന്ധിപ്പിക്കപ്പെട്ട ആദ്യത്തെ ജില്ലാ ആസ്ഥാനമാണ് കോട്ടയം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണടാ? ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്?
അത് നമ്മുടെ ദീപികയാണ്. ഏത് വർഷമാണ് ഈ പത്രം സ്ഥാപിതമായത്? ഏത് വർഷമാണ് ഈ പത്രം സ്ഥാപിതമായത്? അത് 1887-ലാണ്. 1887-ലാണ്. ഈ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഈ ദീപിക പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അത് നിധിരിക്കൽ മാണിക്കത്തനാരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ മലയാള മനോരമയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ദൂരം പൊതുമരാമത്ത് റോഡുകൾ ഉള്ള ജില്ലയാണ് നമ്മുടെ കോട്ടയം ജില്ല. ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകൾ ഉള്ള ജില്ലയാണ് നമ്മുടെ കോട്ടയം ജില്ല. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇനം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഇനമായ വെച്ചൂർ പശുവിന്റെ ജന്മദേശം എന്ന് പറയുന്നത് വൈക്കത്തെ വെച്ചൂർ ഗ്രാമമാണ്. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശുവാണ് നമ്മുടെ വെച്ചൂർ പശു. അതിന്റെ ജന്മദേശം വൈക്കത്തെ വെച്ചൂർ ഗ്രാമമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള മുനിസിപ്പാലിറ്റി ഏതാന്ന് ചോദിച്ചാലും നമ്മുടെ കോട്ടയമാണ്. ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള മുനിസിപ്പാലിറ്റിയാണ് കോട്ടയം മുനിസിപ്പാലിറ്റി. ഇനി കുട്ടനാട്ടിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ചങ്ങനാശ്ശേരിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, തേക്കടിയുടെ കവാടം ഏതാണ്? അത് കുമളിയാണ്. ഇനി കേരളത്തിന്റെ കവാടം ഏതാണ്? അത് പാലക്കാട് ചുരമാണ്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അത് പനച്ചിക്കാട് ക്ഷേത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ പക്ഷി സങ്കേതം ഏതാണ്? നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ പക്ഷി സങ്കേതം ഏതാണ്? അത് കുമരകമാണ്. ഇനി ഏത് നദിയുടെ തീരത്താണ് നമ്മുടെ കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ മീനച്ചിലാറാണ്. വേമ്പനാട്ട് കായലിലുള്ള ഒരു ദ്വീപാണ് ഏഴുമാൻ തുരുത്ത് എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ട് കായലിലെ ഒരു ദ്വീപാണ് ഏഴുമാൻ തുരുത്ത്. അപ്പം നമ്മുടെ കോട്ടയം ജില്ലയിൽ ജനിച്ച് അവിടെ പ്രശസ്തനായ ഒരു വഞ്ചിപ്പാട്ട് ഉപജ്ഞാതാവാണ്. അദ്ദേഹം രാമപുരത്ത് വാര്യരാണ്. അപ്പൊ കോട്ടയം ജില്ലയിലെ രാമപുരത്ത് ജനിച്ച പ്രശസ്തനായ കവിയാണ് രാമപുരത്ത് വാര്യർ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ച വ്യക്തിയാണ് രാമപുരത്ത് വാര്യർ എന്ന് പറയുന്നത്. അപ്പൊ കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ടി രാമറാവു ആണ്. അപ്പൊ നമ്മുടെ കോട്ടയത്തെ തിരുവിതാംകൂറിന്റെ ഭാഗമാക്കിയ രാജാവ് ആരാണ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ കോട്ടയത്തെ തിരുവിതാംകൂറിന്റെ ഭാഗമാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിച്ചാൽ അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? അത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. വൈക്കം സത്യാഗ്രഹ കാലത്ത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാരാണ്? നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച വ്യക്തിയാണ് നമ്മുടെ മന്നത്ത് പത്മനാഭൻ. ഇനി രാജ്യസഭ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി, അതുപോലെ തന്നെ രാഷ്ട്രപതിയായ ആദ്യ മലയാളി, ഇതൊക്കെ ആരാണ്? രാജ്യസഭ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി, രാഷ്ട്രപതിയായ ആദ്യ മലയാളി, അത് KR നാരായണനാണ്. അതുപോലെ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന സംഘാടകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് TK മാധവനാണ്. ഇനി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നോവൽ എഴുതിയ വ്യക്തി എന്നറിയപ്പെടുന്നത് ആരെയാണ്? മുട്ടത്ത് വർക്കിയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നോവൽ എഴുതിയ വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാളി ആരാണ്? അത് നമ്മുടെ മമ്മൂട്ടിയാണ്. കൈരളി, പീപ്പിൾ തുടങ്ങിയ ചാനലുകൾ നടത്തുന്ന മലയാളം കമ്മ്യൂണിക്കേഷന്റെ ചെയർമാനായിട്ടും നമ്മുടെ മമ്മൂട്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ കൈരളി, അതുപോലെ തന്നെ പീപ്പിൾ തുടങ്ങിയ ചാനലുകൾ നടത്തുന്ന മലയാളം കമ്മ്യൂണിക്കേഷന്റെ ചെയർമാനായും നമ്മുടെ മമ്മൂട്ടി പ്രവർത്തിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ അഖില കേരള ബാലജന സഖ്യം രൂപവൽക്കരിച്ചത് ആരാണ്? അഖില കേരള ബാലജന സഖ്യം രൂപീകരിച്ചത് അത് KC മാമൻ മാപ്പിളയാണ്. KC മാമൻ മാപ്പിളയാണ്. അപ്പൊ അഖില കേരള ബാലജന സഖ്യം രൂപീകരിച്ചത് നമ്മുടെ KC മാമൻ മാപ്പിളയാണ്. അപ്പൊ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് കട്ടക്കയും ചെറിയാൻ മാപ്പിളയാണ്. കട്ടക്കയും ചെറിയാൻ മാപ്പിളയാണ് നമ്മുടെ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി അത് KG ബാലകൃഷ്ണനാണ്. KG ബാലകൃഷ്ണനാണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ദലിത് ചീഫ് ജസ്റ്റിസും ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളിയും നമ്മുടെ ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേര് അറിയാമോ? കോട്ടയം ജില്ലയിലെ ഏത് സ്ഥലത്താണെന്ന് അറിയാമോ? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആപ്പാച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആപ്പാച്ചിറ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ 37ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നമ്മുടെ KG ബാലകൃഷ്ണൻ. അപ്പൊ ഇന്ത്യയുടെ 37ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ചെയർമാനായ ആദ്യ മലയാളിയും ആരാണ്? അത് നമ്മുടെ KG ബാലകൃഷ്ണനാണ്. KG ബാലകൃഷ്ണനാണ്. ആദ്യത്തെ VK കൃഷ്ണമേനോൻ അവാർഡിന് അർഹനായത് നമ്മുടെ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അപ്പൊ ആദ്യത്തെ VK കൃഷ്ണമേനോൻ അവാർഡ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ മലയാളി, ഇന്ത്യയുടെ 37ാമത് ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയ ആദ്യ മലയാളി, ഇതെല്ലാം ഒരാൾ തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വൈക്കത്ത് പാച്ചുമൂത്തത് എന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ രചിച്ചത് ആരാന്ന്? അത് നമ്മുടെ വൈക്കത്ത് പാച്ചുമൂത്തത് എന്ന വ്യക്തിയാണ് നമ്മുടെ മലയാളത്തിലെ തന്നെ ആദ്യത്തെ ആത്മകഥ രചിച്ചത്. വൈക്കം സ്വദേശിയായ ജാനകി രാമചന്ദ്രൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ്. വൈക്കം സ്വദേശിയായ ജാനകി രാമചന്ദ്രനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി വനിത. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്തിനടുത്ത് കോടിമാതയിൽ ജനിച്ച വാസുദേവനാണ് ഐതിഹ്യമാലയുടെ കർത്താവെന്ന നിലയിൽ പ്രസിദ്ധനായത്. ആരാണ്? നമ്മുടെ കോട്ടയത്തിനടുത്ത് കോടിമാത എന്ന സ്ഥലത്ത് ജനിച്ച വാസുദേവനാണ് ഐതിഹ്യമാലയുടെ കർത്താവ്. ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ്? വാസുദേവനാണ്. അതായത് കൊട്ടാരത്തെ ശങ്കുണ്ണി എന്ന് അയാളെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശ്രീ യേശു വിജയം എന്ന മഹാകാവ്യത്തിന്റെ കർത്താവും നമ്മുടെ എന്നറിയപ്പെടുന്ന കട്ടക്കയം ചെറിയാൻ മാപ്പിള. ശ്രീ യേശു വിജയം എന്ന മഹാകാവ്യത്തിന്റെ കർത്താവാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിള. അതുപോലെ തന്നെ നമ്മുടെ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? അദ്ദേഹം ചങ്ങനാശ്ശേരിക്ക് അടുത്താണ് ജനിച്ചത്. അപ്പൊ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? അദ്ദേഹം ഇവിടെ തന്നെ ജനിച്ചതെന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ചങ്ങനാശ്ശേരിക്ക് അടുത്താണ്. അപ്പൊ ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബേപ്പൂർ സുൽത്താൻ ആരാണടാ? അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് തലയോലപ്പറമ്പ്. അതുപോലെ തന്നെ കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് PT ചാക്കോയാണ്. PT ചാക്കോ ജനിച്ചത് കോട്ടയം ജില്ലയിലെ ചിറക്കടവിലാണ്. അപ്പൊ കോട്ടയം ജില്ലയിലെ ചിറക്കടവിലാണ് PT ചാക്കോ ജനിക്കുന്നത്. അപ്പൊ നമ്മുടെ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഇദ്ദേഹം ജനിച്ചത് പൂഞ്ഞാറിലാണ്. അപ്പൊ നമ്മുടെ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന GV രാജ ജനിച്ചത് എവിടെയാണ്? അത് പൂഞ്ഞാറിലാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കൂറുമാറ്റ നിരോധന പ്രകാരം അയോഗ്യനാക്കപ്പെട്ട കേരള നിയമസഭയിലെ രണ്ടാമത്തെ അംഗമാണ് PC ജോർജ് എന്ന് പറയുന്നത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട കേരള നിയമസഭയിലെ രണ്ടാമത്തെ അംഗമാണ് PC ജോർജ്. അദ്ദേഹം ഏത് വർഷമാണ് അയോഗ്യനാക്കപ്പെട്ടത്? അത് 2015ലാണ്. ഇനി ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റായ മനസ്സുനി പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ കോട്ടയത്താണ്.
ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റായ മനസ്വിനി പ്രവർത്തനം ആരംഭിച്ചതും നമ്മുടെ കോട്ടയത്താണ്. 2017ലാണ്. ഇനി KR നാരായണൻ ജനിച്ച സ്ഥലം എവിടെയാണ്? KR നാരായണൻ ജനിച്ച സ്ഥലം എവിടെയാണ്? അത് ഉഴവൂരാണ്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റർ അൽഫോൻസയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി ഏതാണ്? സിസ്റ്റർ അൽഫോൻസയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് പരണ്ണങ്ങാനം സെന്റ് മേരീസ് പള്ളി. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് ഏഴര പൊന്നാന. അതെന്ന് പറഞ്ഞാൽ പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച് സ്വർണം പൊതിഞ്ഞ 2.5 അടി ഉയരമുള്ള 7 ആനകളും 1 അടി ഉയരമുള്ള അരയാനയും ഉണ്ട്. ഇതാണ് ഏഴര പൊന്നാന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് നമ്മുടെ ഏഴര പൊന്നാന കാണുന്നത്. പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച് സ്വർണം പൊതിഞ്ഞ 2.5 അടി ഉയരമുള്ള 7 ആനകളും 1 അടി ഉയരമുള്ള അരയാനയും ഉണ്ട്. ഇതാണ് ഏഴര പൊന്നാന എന്നറിയപ്പെടുന്നത്. വീട്ടുപകരണങ്ങൾ വിൽക്കുന്നതിന് പ്രസിദ്ധമായ സംക്രാന്തി വാണിഭം നടക്കുന്നത് പ്രശസ്തമായ പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. അപ്പൊ വീട്ടുപകരണങ്ങൾ വിൽക്കുന്നതിന് പ്രസിദ്ധമായ സംക്രാന്തി വാണിഭം നടക്കുന്നത് എവിടെയാണ്? പ്രശസ്തമായ പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന ലിപികൾ കൊത്തിയ മണി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? പ്രാചീന ലിപികൾ കൊത്തിയ മണി സ്ഥാപിച്ചിരിക്കുന്ന പള്ളിയാണ് കുറുവിലങ്ങാട് പള്ളി. അതുപോലെ തന്നെ നമ്മുടെ മന്നത്ത് പത്മനാഭന്റെ സമാധി സ്ഥലം എവിടെയാണെടാ? മന്നത്ത് പത്മനാഭന്റെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മന്നത്ത് പത്മനാഭന്റെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? MG യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അത് നമ്മുടെ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ പ്രിയദർശിനി ഹിൽസിലാണ്. അപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അതിരമ്പുഴയിലെ പ്രിയദർശിനി ഹിൽസിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മാർത്താണ്ഡവർമ്മ തെക്കുംകൂറിനെ ആക്രമിച്ച് കീഴടക്കിയ വർഷമാണ് 1749. അപ്പം മാർത്താണ്ഡവർമ്മ തെക്കുംകൂറിനെ ആക്രമിച്ച് കീഴടക്കിയ വർഷമാണ് 1749 എന്ന് പറയുന്നത്. 1846 കോട്ടയത്ത് നിന്നാണ് ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു അച്ചടിച്ചത്. അപ്പൊ ഏതാണ്? നമ്മുടെ 1846 കോട്ടയത്ത് നിന്നാണ് ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു അച്ചടിച്ചിറക്കിയത്. അപ്പൊ 1846 നമ്മുടെ കോട്ടയത്ത് നിന്നാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു അച്ചടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ 1867 ആരംഭിച്ച പത്രമാണ് നമ്മുടെ സന്ദിഷ്ടവാദി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മലയാള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് നിരോധിക്കപ്പെട്ട പത്രമായിട്ട് കണക്കാക്കുന്നത്. സന്ദിഷ്ടവാദി അച്ചടിച്ച വർഷമാണ് 1867. ഇനി മലയാള മനോരമ ദിനപത്രമായ വർഷം ഏതാണ്? മലയാള മനോരമ ദിനപത്രമായ വർഷം ഏതാണ്? അത് 1928 മലയാള മനോരമ ദിനപത്രമായിട്ട് ആരംഭിച്ചത് 1928. ഇനി നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം ഏതാണ്? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം ഏതാണ്? അത് 1983. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും കോട്ടയം ജില്ലയിലാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം അതും കോട്ടയമാണ്. അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലോ? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അതെവിടെയാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുമരകം പക്ഷി സങ്കേതത്തിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? കുമരകം പക്ഷി സങ്കേതത്തിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? അത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നത് നമ്മുടെ കുമരകം പക്ഷി സങ്കേതമാണ്. അതുപോലെ തന്നെ നമ്മുടെ വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെട്ടിരുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. അപ്പൊ കോട്ടയം ജില്ലയിലെ കായലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ കുമരകം എന്ന് പറയുന്നത്. ഇനി താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെയാണ്, മീനച്ചിലാറിൽ തന്നെയാണ്. മീനച്ചിലാറിലാണ് താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ 1927 ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 1927 ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കോട്ടയം ജില്ലയിലെ സ്ഥലമാണ് ഉല്ലല എന്ന് പറയുന്നത്, ഉല്ലല എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് AR രാജരാജവർമ്മയാണ്. ഇദ്ദേഹം ജനിച്ച കൊട്ടാരമാണ് ചങ്ങനാശ്ശേരിയിലെ ലക്ഷ്മീപുരം കൊട്ടാരം. അപ്പൊ നമ്മുടെ കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ ജനിച്ച കൊട്ടാരമാണ് ലക്ഷ്മീപുരം കൊട്ടാരം, ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം. അപ്പൊ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹണ സമയത്ത് അടച്ചിടാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? അത് തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് നമ്മുടെ ഗ്രഹണ സമയത്ത് അടച്ചിടാത്ത നമ്മുടെ കേരളത്തിലെ ഏക ക്ഷേത്രം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? അത് 1817 1817 CMS കോളേജ് സ്ഥാപിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കോളേജ് ആയിട്ട് CMS കോളേജ് സ്ഥാപിക്കുന്നത് 1817. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ആകാശ നടപ്പാത എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ആകാശ നടപ്പാത സ്ഥാപിതമായത് അത് നമ്മുടെ കോട്ടയത്ത് തന്നെയാണ്. കോട്ടയം ശീമാട്ടി ജംഗ്ഷനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആദ്യത്തെ സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആണ്. അതുപോലെ തന്നെ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി ഏതാണ്? കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി ഏതാണ്? അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ്. ഈ കോട്ടയത്തിന് ചുമർചിത്ര നഗരം എന്ന ടാഗ് ലൈൻ ലഭിച്ച വർഷം ഏതാണ്? കോട്ടയത്തിന് ചുമർചിത്ര നഗരം എന്ന ടാഗ് ലൈൻ ലഭിച്ച വർഷം ഏതാണടാ? അത് 2013. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സ്കൂളായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സ്കൂളായിട്ട് കണക്കാക്കപ്പെടുന്നത് ബേക്കേഴ്സ് മെമ്മോറിയൽ ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്കൂളായിട്ട് കണക്കാക്കുന്നത് ബേക്കേഴ്സ് മെമ്മോറിയൽ. ബേക്കേഴ്സിന്റെ ഓർമ്മയ്ക്കായിട്ട് വന്നതാന്ന് തോന്നുന്നു. അത് കോട്ടയം ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്കൂളായിട്ട് കണക്കാക്കുന്നത് ബേക്കേഴ്സ് മെമ്മോറിയൽ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് ഏതാണ്? അത് കോട്ടയം കുമളി റോഡാണ്, KK റോഡാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് KK റോഡ് എന്നറിയപ്പെടുന്നത് കോട്ടയം കുമളി റോഡ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി ഏതാണ്? അത് നമ്മുടെ നാട്ടകത്തെ ഉള്ള ട്രാവൻകൂർ സിമെന്റ്സ് ആണ്. കേരളത്തിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറിയാണ് നമ്മുടെ ഏതാണ്? ട്രാവൻകൂർ സിമെന്റ്സ് കോട്ടയം. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ആർപ്പൂക്കരയിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആർപ്പൂക്കരയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുചന്ത എന്ന കാർഷിക വിപണന മേള നടന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ നാട്ടുചന്ത എന്ന കർഷക വിപണന മേള നടന്നത് കോട്ടയം ജില്ലയിലാണ്. അപ്പൊ ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് എന്ന വിനോദസഞ്ചാര കേന്ദ്രം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് എന്ന വിനോദസഞ്ചാര കേന്ദ്രം ഏത് ഇതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് നമ്മുടെ കുമരകം പക്ഷി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മുടെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ കോട്ടയത്താണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി മദ്രാസ് റബ്ബർ ഫാക്ടറിയുടെ ആസ്ഥാനം എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് വടവാതൂരാണ്. നമ്മുടെ മദ്രാസ് റബ്ബർ ഫാക്ടറിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാള മനോരമയുടെ ആസ്ഥാനം, അതുപോലെ തന്നെ ദീപിക പത്രത്തിന്റെ ആസ്ഥാനം, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. അപ്പൊ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണെടാ? നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
അത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. കോട്ടയം ജില്ല കഴിഞ്ഞു കേട്ടോ. താങ്ക് യു.